ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷയാൻസ് പ്രോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു ചിക്കുവിൻ്റെ ഐസ്ക്രീം ആയിട്ടാണ്. സപ്പോട്ട ചിക്കു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഐസ്ക്രീം ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതായത് തന്നെ ഞാൻ ഇവിടെ 4-5 സപ്പോട്ടയുടെ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള സപ്പോട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവും തൊലിയൊക്കെ നീക്കം ചെയ്യണം. അപ്പോൾ ഇതാ കുരുവും തൊലിയൊക്കെ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒക്കെ ഞാൻ മിക്സിന് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടാ ഇതിൻ്റെ ഐസ്ക്രീം. അപ്പോൾ വീട്ടിലിങ്ങനെ സപ്പോർട്ടൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. സപ്പോർട്ടൊന്നും കഴിക്കാതെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ടവർ കഴിച്ചോളും. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതാക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഇതുപോലെ ഒരു ബീറ്റർ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ചിക്കും വാനില ചിക്കും അതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ മിൽക്ക് മേഡ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 2 സ്പൂൺ മിൽക്ക് മേഡിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് ഒക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാനിത് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു 5-8 മണിക്കൂർ നേരം ഫ്രീസറിൽ വെക്കണത് എന്നാലേ സെറ്റായി കിട്ടുള്ളൂ. ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഒന്ന് അടച്ചിട്ട് വേണം ഫ്രീസറിൽ എടുത്ത് വെക്കാൻ. അപ്പോൾ അതിൻ്റെ അടപ്പേറ്റ് ഇതാ അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പാത്രത്തിലേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. നല്ല ഐസ്ക്രീം, അടിപൊളി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒന്ന്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീട്ടിൽ വരുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.